നമ്മളതിനെ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് അടുത്ത് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇറച്ചി മുട്ട മിക്സ് ചെയ്തിട്ടുള്ള ഒരു പുട്ടാണ്. നമ്മുടെ അടുത്തൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണത്. ഗസ്റ്റ് എല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ഒപ്പം അത് മാച്ച് ആവുകയും ചെയ്യും. അതൊരു നോൺ വെജ് ഐറ്റം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. അതെങ്ങനെയാണ് അങ്ങനെ. ഇപ്പോൾ നമ്മൾ ഇറച്ചി മുട്ട പുട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു പുട്ടുണ്ടാക്കിയാണ്. നമുക്ക് എന്താ വെച്ചാൽ പോയി നോക്കാം. നമുക്ക് ഇതിലേക്ക് ഞാൻ ഫില്ലിങ്സ് എന്താ നോക്കാം. നമ്മളിവിടെ ആദ്യം തന്നെ പുട്ടിന്റെ പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജീരകം സീഡ്സ് ഇട്ടുണ്ട്. ജീരക സീഡ്സ് ഇട്ട് നമ്മൾ ഇട്ടിരിക്കുന്നതാണ് പുട്ടിന്റെ. ഇത് സാധാ അരിപ്പൊടി, ഒരു ഇതുമില്ല. സാധാ അരിപ്പൊടിയും ജീരകം എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നനച്ചിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്ങിൽ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞാൽ ഇത് ഇടിച്ച ഇറച്ചിയാണ്. ഇടിച്ച ഇറച്ചിയാണ്. പേര് തന്നെ അതാണ്, ഇറച്ചി മുട്ട പുട്ടാണ്. ഇറച്ചി മുട്ട പുട്ട് അതിന് ഇറച്ചിയാണ്. ഇറച്ചി ശരിക്കും ബീഫാണ്. ഇത് നമ്മൾ ഉണക്കിയ ഇറച്ചിയെ ഇടിച്ചെടുത്തിരിക്കുക. ഉണക്കിയിട്ടാണ് ഇത് എന്താ യൂസ് ചെയ്യുന്നത്? ഡ്രൈ മീറ്റ് ആണ്. ഡ്രൈ മീറ്റ്. ഇത് ശരിക്കും മസാലയൊക്കെ ഇട്ട് നമ്മൾ ഇതിനെ ഉണക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് പിന്നെ ക്രഷ് ചെയ്യും. അങ്ങനെ ഇടിച്ച് ചതച്ചെടുത്തിരിക്കുന്ന മീറ്റാണത്. ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അത്, ആ മീറ്റ്. അപ്പോൾ അതിന് നമ്മളൊരു മസാലയൊക്കെ അടിച്ചിരിക്കുകയാണ് അതിൽ. സാധാരണ പോലെ ഒനിയനൊക്കെ സോട്ട് ചെയ്തിട്ട് സാധാ ഒരു മസാല. പിന്നെ നമ്മുടെ എഗ്ഗ് സ്ക്രാമ്പിൾഡൊക്കെ അടിച്ചിരിക്കുക. എഗ്ഗ് ജസ്റ്റ് ഒന്ന് ചിക്കി പൊരിച്ചിരിക്കുന്നു പറയുന്നത്. വീട്ടിലൊക്കെ പിള്ളേർക്ക് ചെയ്യുന്ന പോലെ മുട്ട ചിക്കിയാക്കുന്നത്. അതെ. അതിലേക്ക് മുട്ടയിടാം. മുട്ട ആദ്യം തന്നെ തേങ്ങാപ്പീരോട്ട് കുറച്ച് മുട്ട ചിക്കിയിട്ട് അതിലേക്ക് നമ്മൾ പുട്ടിൻ്റെ മാവിടാം. അതിലേക്ക് നമ്മൾ ഇവിടെ മീറ്റ് ഇടിച്ചു വെച്ചിട്ടുണ്ട്, ഇറച്ചി. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ എന്താ മുട്ട ചിക്കിയത്, അതിനുശേഷം പുട്ട് നനച്ച് വെച്ച പുട്ടിൻ്റെ പൊടി, പിന്നെ വീണ്ടും മറ്റേ ഉണക്കിയ ഇറച്ചി ഇടിച്ച് നന്നായിട്ട്. ഇത് വറുത്തേക്കണേ അല്ലല്ലോ, ജസ്റ്റ് അല്ല ഇടിച്ചിട്ടൊന്ന് സോട്ട് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ എടുത്ത് വെച്ചേക്കാം. മൂന്നാമത്തെ ലെയറായിട്ട് അതിട്ട് പിന്നെ വീണ്ടും കുറച്ച് തേങ്ങാപ്പേരിട്ടുണ്ട്. പിന്നെ കുറച്ച് പുട്ടിൻ്റെ പൊടി പുട്ടിൻ്റെ പൊടി ഇട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആവി വരും. ഇതും നമ്മുടെ ചിക്കൻ പെരട്ടിയതും കൂടിയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മളൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. നടത്തിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാവർക്കും ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ശരിക്കും ഇപ്പോൾ ക്രഷ് ചെയ്യുമ്പോൾ ശരിക്കും മിക്സ് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ സ്റ്റീമും കൂടി ആകുമ്പോൾ അതിലേക്ക് ഇറങ്ങും. സ്റ്റീം അടിക്കുമ്പോൾ ആ എഗ്ഗിൻ്റെയും മീറ്റിൻ്റെയും ഫ്ലേവർ ഈ പുട്ടിലേക്ക് ഇറങ്ങും. അതും ഈ പറയുന്ന നമ്മുടെ കോഴിയുടെ പെരട്ടിയതും കൂടിയിട്ട് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. മീറ്റ് ഉണ്ട്, പിന്നെ വേറെ കോഴിയുണ്ട്, മുട്ടയുണ്ട്, എല്ലാം കൂടി നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ ശരിക്കും ജീരകമൊക്കെ ഇടുന്നത് ഇതൊരു നോൺ വെജും കൂടി ആകുമ്പോൾ ജീരകമൊക്കെ കുറച്ച് നല്ലതായിരിക്കും. പിന്നെ ജീരകം പുട്ടിൽ ഇപ്പോൾ നല്ലത് തന്നെയാണ്. ഒരു രസം ഉണ്ടാവും, ഒരു കടിക്കുമ്പോൾ ആ ഒരു ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതായിരിക്കും. അതെ, നമ്മൾ പുട്ടായിട്ടുണ്ട്. പിന്നെ പുട്ട് നമ്മൾ വാഴയുടെ പൊക്കത്തേക്ക് ഇങ്ങനെ കൊട്ടി ഇറച്ചി മുട്ട പുട്ട് റെഡി ആയിരിക്കുക. നമ്മളിപ്പോൾ ഈ എയർലിങ്ക് കാസിൽ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. സാർ, നമുക്ക് ഈ ഹോട്ടലിനെ കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇതൊരു 4-സ്റ്റാർ ഹോട്ടലാണ്. നമ്മൾ ഇവിടെ ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ഒരു കോഫി ഷോപ്പുണ്ട്, പിന്നെ 56 റൂംസ് ഉണ്ട്, പിന്നെ നമുക്ക് ഹെൽത്ത് ക്ലബ് ഉണ്ട്, പിന്നെ എക്സിക്യൂട്ടീവ് ബാറുണ്ട്. പിന്നെ നല്ല ഒരു എന്താ പറയുന്നത്, ടൗണിലൊക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോട്ടലാണ്. പക്ഷേ ഇത്രയും നീങ്ങിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എയർപോർട്ടിൻ്റെ അടുത്തുള്ള നല്ലൊരു ഹോട്ടലാണ്. നല്ല രീതിയിൽ ഇവിടുന്ന് ഏതാനും 5 കിലോമീറ്റർ ഉള്ള ഇനി എയർപോർട്ടിൽ നിന്നുള്ളൂ. എയർപോർട്ടിലേക്ക് വരുന്ന ആ ഒരു ടേണിങ് തന്നെയാണ് നല്ല വെള്ള പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ 3 ടൈം നമുക്ക് ബൊഫേ ഉണ്ട്. ഇപ്പോൾ 3 ടൈം ബൊഫേ ഉണ്ട്. ഈ ടൈമിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ലഞ്ച് ബൊഫേ നമ്മൾ 4 നോൺ വെജ് ആണ് കൊടുക്കുന്നത്. 325 പ്ലസ് ടാക്സ്. ചീപ്പ് റേറ്റിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ നല്ല ഇതാണ്. ഗസ്റ്റിൻ്റെ എല്ലാവരും സജഷൻസും ഫീഡ്ബാക്കും ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ അവർ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഓൾറെഡി പ്രോപ്പർട്ടിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് വന്നു പോകുന്നത് എല്ലാവരുടെ അടുത്ത്. ഇത് ഈ പ്രോപ്പർട്ടി ശരിക്കും റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഒതുങ്ങി, പക്ഷേ ഉള്ളിലേക്ക് നല്ലൊരു പ്രോപ്പർട്ടി. അല്ല, ഇന്റീരിയർ ആയാലും ബാക്കി എല്ലാവരും നല്ല രസമാണ്. അപ്പോൾ ഈ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചിട്ട് തന്നെ നമ്മുടെ ബൊഫേ ആകത്തുണ്ട്. നമ്മൾ 50 വെറൈറ്റീസ് ആണ് ഇതിൽ ഇരിക്കുന്നത്. ഈ 50 വെറൈറ്റീസും 399 രൂപയുള്ളൂ. ബൊഫേ ഉണ്ട്. ബൊഫേയിലും ഈ ലൈവ് ആയിട്ടുള്ള ഫുഡും എല്ലാം കൂടിയാണ് 399 രൂപ. ഫുൾ നാടൻ.
ഇത് ഫുള്ള് കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് മിൽക്ക്, ഇത് വെച്ചിട്ടുള്ള പരിപാടികളാണ്. അതല്ലാതെ വേറെ ഒരു മായങ്ങൾ ഇതിലില്ല. പക്ക നാടൻ സ്റ്റൈലിലാണ് ഇത്. കൂടുതലും നമ്മൾ കുട്ടനാട് സ്റ്റൈലിലുള്ള ആ ഒരു സ്റ്റൈലാണ് നമ്മൾ കൂടുതലും നമ്മുടെ ഈ നാടൻ. ഇതിപ്പോൾ ഇതെല്ലാം കൂടി ചുരുക്കി പറഞ്ഞാൽ കഴിക്കാൻ വന്നവർക്ക് നല്ല ലാഭമാണ്. നല്ല ലാഭമാണ്. നമ്മൾ ഒരു ഹോട്ടലിൻ്റെ ഒരു പ്രൊമോഷൻ, അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും രുചിക്കുക എന്നൊരു ഇതോടുകൂടി തന്നെയായിരുന്നു. നമ്മൾ ആദ്യത്തെ ഒരു 7 ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഗസ്റ്റിൻ്റെ ഭയങ്കര റഷും അത് നല്ല എൻക്വയറീസ് കാരണം നമ്മളിപ്പോൾ ഒരു 15 ഡേയ്സായി കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു 7 ദിവസത്തേക്ക് പ്ലാൻ ചെയ്ത വെറും 7 ദിവസത്തേക്ക് പ്ലാൻ ചെയ്ത ഒരു ഫെസ്റ്റിവലാണ്. പക്ഷേ ഇവിടുത്തെ ആ നാടൻ ഫുഡിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ചേർന്നപ്പോൾ ആൾക്കാർ കൂടുതൽ റഷ് ചെയ്ത് തുടങ്ങി. എൻക്വയറീസും ബാക്കി എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ ഒരു 15 ദിവസത്തെ ആയി. നമുക്ക് എന്തായാലും ദോശയിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്ത് എന്താണെന്ന് നമുക്ക് ഫാമിലി ദോശയാണത്. ഒരു ഫാമിലിക്ക് കഴിക്കാൻ പറ്റും. ഒരു 3 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഇത്ര വരുമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ഫുള്ളടിക്കും. അതിൽ ഫുള്ളടിക്കുന്ന ഒരു ദോശയാണ്. ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ സീ ഫുഡാണ് അതിൽ മെയിനായിട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സീ ഫുഡ് ചില്ലി ദോശ സ്വല്പം സ്പൈസിയാണ്. നാടൻ സംഭവം ആയതുകൊണ്ട് സ്പൈസി, നല്ല എരിവാണ്. ചിക്കനിലും എരിവാണ്. പുട്ടിലും മീറ്റ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് സീ ഫുഡാണ്. അപ്പോൾ ഫുൾ സീ ഫുഡ് നമ്മൾ ചിക്കൻ, മീറ്റ്, സീ ഫുഡ് എല്ലാം ഉണ്ട് ഈ ഒരു കോംബോയിൽ. അപ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ ഫില്ലിംഗ് അടിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഈ ദോശയ്ക്ക് മുമ്പ് ആദ്യം നമ്മൾ ഫില്ലിംഗ് മേക്ക് ചെയ്യണം. അതെ, അതിനുവേണ്ടി കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. നമ്മൾ നല്ല ഫ്ലെയിമിൽ വെച്ച് ഇങ്ങ് എണ്ണ, ഇഞ്ചി ഇട്ട്, വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് ഇങ്ങനെ 2 പീസ് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ചെറുള്ളി, പച്ചമുളകും വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി എല്ലാം കൂടി ചേർത്ത് അങ്ങ് വയറ്റാണ്. സ്ലൈസ് വയറ്റിട്ട് സവോള ഇതിലേക്ക് നമ്മൾ നമ്മുടെ മസാല ഇടാം. ചില്ലി പൗഡർ ഇടണം. മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കണം. നല്ല എരിവുണ്ടാവില്ലേ? ഒരു നല്ല എരിവുണ്ടാവും. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ലൈറ്റായിട്ട് മല്ലിപ്പൊടി, ഇനി മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പ്, കുടംപുളി വെള്ളമാണ്. കുടംപുളി വെള്ളം നമ്മൾ അതിനകത്തോട്ട് ശരി. കുടംപുളി വെള്ളം ഈ സീ ഫുഡാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സീ ഫുഡിൽ എപ്പോഴും കുടംപുളിയുടെ ടേസ്റ്റ് നല്ലതായിരിക്കും. പിന്നെ എന്തോ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കുന്നൊക്കെ പറയാറുണ്ട്. അതെ, നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഓൾറെഡി ശരിക്കും മഞ്ഞപ്പൊടി ഇതൊക്കെ ചെയ്യുന്ന മഞ്ഞപ്പൊടി എന്തിനാണ് അങ്ങനെ ഇട്ട് വേവിക്കാൻ പറയുന്നത്? എന്തിനാണ്? അപ്പോൾ അതിലേക്ക് മസാല പെട്ടെന്ന് കയറി പിടിച്ചോളൂ. അതൊരു സീ ഫുഡാണല്ലോ, മസാല കയറാൻ ബെസ്റ്റാണ്. അപ്പോൾ മസാല കയറാൻ ശരിക്കും നല്ല മഞ്ഞപ്പൊടി ഇട്ട് സീ ഫുഡെല്ലാം നമ്മളിലിട്ടു. എന്താ മെയിൻ ആയിട്ട് ഇപ്പൊ എന്താണ്? കുടംപുളിയുണ്ട്. പുളിയും എരിവായിരിക്കും ഇതിന്റെ ടേസ്റ്റ്. സീ ഫുഡ് എന്ന് പറയുമ്പോൾ സീ ഫുഡിൽ വന്നിരിക്കുന്ന നമ്മൾ നെയ്മീൻ ഉണ്ട്, പിന്നെ ചെമ്മീനുണ്ട്, പിന്നെ കൂന്തലുണ്ട്, നമ്മുടെ സ്ക്വിഡ് ഉണ്ട്, പ്രോൺസ്, നെയ്മീൻ. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ കിടക്കുന്നത്. ഇതിനാണ് നമ്മൾ നേരത്തെ പരട്ടിയ പോലെ തന്നെ വറ്റിച്ചെടുക്കുക. ഇത് ദോശയിൽ എന്ത് രസമായിരിക്കുമല്ലേ? ദോശ മീൻകറി അല്ലേ തന്നെ നല്ല ടേസ്റ്റാണ്. ഗ്രേറ്റഡ് കോക്കനട്ട് ഒന്നിട്ട് കൊടുക്കാം. ഓക്കെ, അതിനകത്തോട്ട് തേങ്ങാപ്പീരം കൂടി ഇട്ട് ഒരു രസം ഉണ്ടാവും കടിക്കുമ്പോൾ. ക്രഞ്ചി ആയില്ലെങ്കിലും ഒരു നല്ല രസം ഉണ്ടാവും. കോക്കനട്ട് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ദോശയിലേക്ക് കിടക്കാം. നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിരിക്കുകയാണ്. ഇതിപ്പോൾ എന്താ പറയുക, നമ്മുടെ സാധാരണ നാടൻ രീതിയിൽ തന്നെ പച്ചമുളകും കരിവേപ്പില എല്ലാം കൂടി ഇട്ട് താളിക്കുന്ന പോലെ ആദ്യം മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുടംപുളി വെള്ളം ഇട്ട് മെയിനായിട്ട് അതാണ് നോക്കട്ടെ. ഈ സീ ഫുഡ് ആയതുകൊണ്ട് തന്നെ ആ കുടംപുളിയുടെ ടേസ്റ്റ് നല്ലതാണെന്നാണ് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്തിട്ട് പറയാൻ ബാക്കി എന്താണ് എപ്പോഴും കുടംപുളി ഇട്ടിട്ട് പിന്നെ സീ ഫുഡ് ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് നല്ല വറ്റണ വരെ ഏറ്റവും അവസാനം ഇത് തേങ്ങാപ്പീരം കൂടി ഇടുക. ഇനി നമുക്ക് ദോശയിലേക്ക് കിടക്കാം. ഇത് ദോശയിൽ വെച്ച് നമ്മൾ ഫില്ല് ചെയ്യാം. ഇത് നമ്മളിവിടെ വെച്ചിട്ട് ദോശ ഉണ്ടാക്കുക. വലിയൊരു ദോശ. നല്ല ക്രിസ്പി ആകാൻ വേണ്ടി സൈഡ് ഇങ്ങനെ വടിച്ചു കൊടുത്തേക്കാണ്. നമ്മൾ സീ ഫുഡാണ് ഇതിൽ ഫില്ല് ചെയ്യുന്നത്. ഈ സീ ഫുഡിൻ്റെ ഒപ്പം സ്വല്പം സ്പൈസി ചട്നിയാണ്. അതെ. അപ്പോൾ നമ്മൾ ഈ സ്പൈസി ചട്നി ഇതിലെന്തൊക്കെയാണ് വരുന്നത്? ഇതിൽ
നമ്മുടെ വാളംപുളി പിന്നെ ചില്ലി പൗഡർ, ലൈറ്റായിട്ട് തക്കാളി അല്ലേ? ഓക്കെ. ഇതിന് മാരിനേറ്റ് ചെയ്യാം നമ്മൾ. ഈ ദോശ ഒരു ചെറിയ ചൂടിൽ തന്നെ നമ്മൾ തക്കാളി, മുളക്, ടാർമറിൻ്റെ എന്തായിരുന്നു? വാളംപുളി വെള്ളം. വളംപുളിയും വെള്ളം പുളി കലക്കിയ വെള്ളം അതെല്ലാം കൂടി മിക്സ് ചെയ്ത ആ ഒരു ചട്നി, ടൊമാറ്റോയും കൂടി യൂസ് ആ ഒരു ചട്നി. നമ്മുടെ ഫില്ലിംഗ് നേരത്തെ റെഡിയാണ്. നോൺ വെജ് ഫില്ലിംഗ് റെഡിയാണ്. നേരത്തെ റെഡിയായ ഫില്ലിംഗ് എടുത്ത് സീ ഫുഡ് ഫില്ലിംഗ് ആണ്. സീ ഫുഡ് ചില്ലി ദോശ എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ചില്ലി അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിരിക്കുകയാണ്. സീ ഫുഡ് ചില്ലി ദോശയാണ്. ഇതൊരു ഫാമിലിക്ക് മൊത്തം വലിയ ദോശ തന്നെ 2 പ്ലേറ്റ് പിടിച്ചാൽ ഒരുമിച്ച് പിടിക്കണം അല്ലേ? ഒരുമിച്ച് പിടിച്ചാലേ പറ്റുള്ളൂ. സീ ഫുഡ് ചില്ലി ദോശ അല്ലേ? 2 പ്ലേറ്റിലായിട്ടാണ് ഞാൻ പിടിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ 3 വിഭവങ്ങളും ചിക്കൻ പുരട്ടിയതും ഇറച്ചി മുട്ട പുട്ടും സീ ഫുഡ് ചില്ലി ദോശയും ഇതെല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാണോ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ആ മീൻകറിയുടെയൊക്കെ ആ വാളംപുളിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. ദോശയോട് കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ്. പറഞ്ഞ ശരിയാട്ടാ, മറ്റേ തേങ്ങാപ്പീര് ഇട്ടില്ലേ, ഇത് കടിക്കുന്നുണ്ട്. വട്ടമുളക് കടിക്കുന്ന ആ ക്രിസ്പിയും നല്ലൊരു ഉണ്ട്. നല്ലൊരു ആ മുട്ട എല്ലാവരും വന്നപ്പോൾ എന്താ പറയുക, അവിടെ പുട്ട്, നല്ല നാടൻ പുട്ട് ചിക്കൻ കറി ഒഴിച്ച് നല്ല പിടിപിടിക്കുന്ന ആ ഒരു നല്ലൊരു രുചി തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് മുട്ടയും കൂടി ചേരുമ്പോൾ വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് പോകാനുള്ള നമ്മളാ ഒരു ചെറിയ സ്വീറ്റിൽ നിന്ന് തുടങ്ങിയൊരു സ്പൈസിയിൽ തീരുന്ന ആ ഒരു ടേസ്റ്റ്. ലാസ്റ്റ് നല്ല സ്പൈസി ആയിരിക്കും. ചെറുള്ളിയുടെ ടേസ്റ്റ്, ചെറിയ കുത്തനെ പുളിപ്പും പുളിപ്പുണ്ട്. നമ്മളിപ്പോൾ ഇത് വലിയൊരു സ്റ്റാർ ഹോട്ടലിൽ വന്ന് നമ്മൾ ഉണ്ടാക്കിയ ഡിഷാണ്. പക്ഷെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്തത് ആ ഒരു രീതിയല്ല, നമ്മുടെ നാടൻ രീതിയിൽ തന്നെ നാടൻ ടേസ്റ്റ് ഉള്ള നല്ല സിമ്പിൾ ഫുഡ്, സിമ്പിൾ നാടൻ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. സാധാ എണ്ണയിലൊക്കെ മൂപ്പിച്ച് ചെയ്യുന്ന നല്ലൊരു വിഭവങ്ങളാണ്. 3 വിഭവങ്ങൾ വളരെ സിമ്പിൾ. താങ്ക് യു ഷെഫ്. ഇവിടെ 50ഓളം വിഭവങ്ങൾ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എപ്പിസോഡിൽ മൊത്തം കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഇതിവിടെ തീരുന്നില്ല. വീണ്ടും നമ്മളിവിടെ തന്നെ വരും. ഷെഫ് നമുക്ക് കാണിച്ച വിശ്വാസത്തോടെ നമ്മളിവിടെ തന്നെ വരും. സിംപ്ലി നാടനായ ഫുഡ്, സിംപ്ലി നാടൻ.